JK here and 12 സെപ്റ്റംബറിന് നമ്മുടെ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ മൂവി റിലീസ് ആവാണ്. ആൻഡ് ഞാൻ വിചാരിക്കുകയാണ് മൂവിക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു കോസ്പ്ലേ ചെയ്തിട്ട് പോയാലോ. ഓരോ ആലോചിച്ച് നോക്ക്, നിങ്ങളിപ്പോ സിനിമ കാണാൻ പോവാണ് ആൻഡ് ഒരുത്തരിങ്ങനെ ഫുൾ താജ്റോഡ് അല്ലെങ്കിൽ റെഗോ കൂടെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ പോവാ, ആമസോണിൽ പോവാ ആൻഡ് ദെൻ ഡീമൺ സ്ലെയർ കോസ്പ്ലേ സെർച്ച്. ഗൈസ്, ജെനിറ്റ്സുടെ കോസ്റ്റ്യൂമിന് 15,000 റുപ്പീസ്, താഞ്ചിറോഡിന് 11,000 റുപ്പീസ്. കുറച്ച് ഓറ കുറഞ്ഞാലും പ്രശ്നമില്ല, ഞാൻ നോർമലി പോയി സിനിമ കണ്ടിട്ട് വന്നോളാം. വാവ്, എന്താണ് നമ്മളെ കൊള്ളടിക്കേ. ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് കോസ്പ്ലേ ചെയ്യാനായിട്ട് യൂട്യൂബിൽ എനിക്ക് 10 പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും വലിയൊരു എമൗണ്ട് പേ ചെയ്തിട്ട് കോസ്പ്ലേ ചെയ്യാൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. ലൈക്ക് ബേസിക് ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യാൻ പോകില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് എന്റെ ചാനൽ അടുത്ത ഡീമൺ സ്ലെയർ മൂവിക്ക് മുമ്പ് 100K അടിക്കുകയാണെങ്കിൽ ഞാൻ ഈ കോസ്പ്ലേ ചെയ്യുന്നതായിരിക്കും ഫോർ ദ നെക്സ്റ്റ് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ മൂവി. സോ നിങ്ങൾക്ക് ഞാൻ ഈ കോസ്പ്ലേ ചെയ്ത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഫോർ മോർ ആനിമേ കണ്ടന്റ്. നമുക്ക് ഒരു മലയാളം ആനിമേ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യേണ്ട ഗൈസ്. കം ഓൺ, ലെറ്റ്സ് ഗോ. പക്ഷെ ഫോർ ദ ടൈം ബീങ് നമുക്കിപ്പോ താഞ്ചിറോടെയോ ഡീമൺ സ്ലെയറിന്റെ എന്തെങ്കിലും ഓവർ സൈസ്ഡ് ടീഷർട്ടോ ഹുഡിയോ വല്ലോ റീസണബിൾ റേറ്റിൽ കിട്ടുമോ നോക്കാം. ഓക്കെ, ഇതൊക്കെ കുറച്ച് റീസണബിൾ പ്രൈസ് ആണ്. അറ്റ്ലീസ്റ്റ് 500, 700. ഓക്കെ, 700ന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യത്തെ മൂവിക്ക് വേണ്ടി പോകാനായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. ഞാൻ കുറെ ടീഷർട്സും ഹുഡീസും ഒക്കെ ഇരുന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി ആൻഡ് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഒരു റെഡ് കളേർഡ് ഓവർ സൈസ് ടീഷർട്ട് ആണ് ആൻഡ് ഇതിന്റെ ബാക്കിൽ നമ്മുടെ താഞ്ചിറോഡ് ഒരു ഇമേജ് കൊടുത്തിരിക്കുകയാണ് ആൻഡ് ഫ്രണ്ടില് ജാപ്പനീസില് ഡീമൺ സ്ലെയർ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇത് നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ റെഡ് എനിക്ക് നല്ലോണം സൂട്ട് ആവുന്ന കളറാണ്. ഓൾസോ ഇതിന്റെ പ്രൈസ് 499 ആണ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. സോ ഗൈസ്, നമ്മൾ ഈ ടീഷർട്ട് വാങ്ങാൻ പോവാണ്. ലെറ്റ്സ് ഗോ ബൈ നൗ. Yo homies, our t-shirt is finally here. നമ്മുടെ oversized red t-shirt is finally here from Amazon and നമ്മൾ ഇതിനെ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ് വെദർ നമ്മുടെ 500 rupees was actually worth it or not. Okay, and Demon Slayer മൂവിയുടെ ഹൈപ്പ് എന്താ മോനെ. ലൈക്ക് 5th സെപ്റ്റംബറിനാണ് അവരുടെ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സ്റ്റാർട്ട് ആയത് ആൻഡ് ഓൾറെഡി ഐമാക്സും PVR ഒക്കെ ഫുള്ളി ബുക്ക്ഡ് ആയി കഴിഞ്ഞു. 1 lakh ടിക്കറ്റ്സ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി ആൻഡ് ഐ തിങ്ക് 5 കോടി ഓൾറെഡി അവർ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ ലൈക്ക് കളക്ട് ചെയ്തു. വാവ്, ആക്ച്വലി കൊള്ളാണ്ടോ ഗൈസ്. പാക്കേജിങ് നല്ല രസമുണ്ട്. ഗെയിം ഓൺ സ്റ്റാർട്ടൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഓവർ സൈസ്ഡ് ഹുഡിയാണ് ഇത് ആൻഡ് this is how it looks and also ഇതൊരു സിപ്പർ പാക്കിലാണ് വരുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി കവർ കീറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. വാവ്, നല്ല മണമുണ്ടടാ. പുതിയ ഡ്രസ്സിന്റെ മണം. ഇത് ആക്ച്വലി 500 റുപ്പീസിന് നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. ദിസ് ഈസ് ആർ ഓവർ സൈസ്ഡ് ടീഷർട്ട് ഗൈസ്. കമാലോ താഞ്ചിറോ. ഇത് അവരുടെ ക്യാഷ് ബാക്ക് അപ് ടു ₹50. ഓക്കെ, നമുക്കൊരു ക്യാഷ് ബാക്കും കിട്ടിയിട്ടുണ്ട് 50 റുപ്പീസിന്റെ ആൻഡ് ദിസ് ലുക്സ് ആക്ച്വലി ഗുഡ്. താഞ്ചിറോയുടെ പ്രിന്റിംഗ് ആക്ച്വലി നല്ല ക്വാളിറ്റിയാണ്. അത്രയും പെട്ടെന്നൊന്നും ഇളകി വരുന്ന ടൈപ്പ് അല്ല. ചില സ്റ്റിക്കറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, 2 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വരാൻ തുടങ്ങും. പക്ഷെ ഇത് ആ ടൈപ്പ് അല്ല, ഇത് നല്ല പ്രിന്റ് ആണ് ആക്ച്വലി. ആൻഡ് ഓൾസോ 100% കോട്ടൺ ആണ് ഈ ടീഷർട്ട്. അത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഫുൾ ഡേ ഇട്ടോണ്ട് നടക്കാൻ ചൂടെടുത്ത് ചാവും മനുഷ്യൻ. ജാപ്പനീസിൽ ഫ്രണ്ടിൽ ഡീമൺ സ്ലെയർ എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ലുക്കിംഗ് കൂൾ. ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം എനിക്ക് എങ്ങനെയാ ഫിറ്റ് ആവുന്നതെന്ന്. ബേസിക്കലി ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഏത് സൈസാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ എന്റെ നോർമൽ ടീഷർട്ട് എടുക്കുന്നത് ഞാൻ സ്മോൾ സൈസ് ആണ് എടുക്കാറ്. സോ ഞാൻ സ്മോൾ തന്നെ ഓർഡർ ചെയ്യുന്നത്. ഓവർ സൈസ്ഡ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. സോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാ. എനിക്ക് ഈ ടീഷർട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനൊരു 9 out of 10 റേറ്റ് ചെയ്യാണ്. ഫോർ ക്വാളിറ്റി നല്ല കോട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ പ്രിന്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ആക്ച്വലി നല്ല കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് അവർ പ്രിന്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഞാനൊരു യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ടൈം ഇതിട്ടോണ്ടായിരിക്കും നിൽക്കുക. നിങ്ങൾക്ക് ഇനി ഈ ഫുള്ള് ചാനൽ ഇത് സഹിക്കേണ്ടി വരും, എന്റെ ഡീമൺ സ്ലെയർ. അൺലെസ് ഞാൻ വേറെ പുതിയ ആനിമയുടെ മെർച്ച് എന്തെങ്കിലും വാങ്ങുന്നവരെ ഞാൻ ഫുൾ ഈ ചാനൽ ഈ ഷർട്ട് ഇട്ടിട്ടായിരിക്കും ഇനി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എന്റെ പുതിയ കോസ്പ്ലേ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മള്
ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടിൽ ഇപ്രാവശ്യം ഒതുക്കാണ്. പക്ഷെ അടുത്ത ഡീമൺ സ്ലെയർ മൂവിക്ക് നമ്മൾ എന്തായാലും കോസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. നമ്മൾ 100K ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഫുൾ താഞ്ചിറോ അല്ലെങ്കിൽ റെങ്കോക്കൂടെ കോസ്പ്ലേ ചെയ്തായിരിക്കും ഡീമൺ സ്ലെയർ മൂവി കാണാൻ പോകാനായിട്ട്. ഞാൻ ഡീമൺ സ്ലെയറിന്റെ മൂവി 13th കാണാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ഓൾസോ കമന്റ് യുവർ ഫേവറേറ്റ് ഡീമൺ സ്ലെയർ ക്യാരക്ടർ. എന്റെ ഫേവറേറ്റ് ഈസ് സെനിറ്റ്സു, നമ്മുടെ തണ്ടർ ഗോഡ് സെനിറ്റ്സു. അവൻ ഇടയ്ക്കിടയ്ക്ക് കുറെ കരഞ്ഞ് പ്രശ്നമാകും, പക്ഷെ ബ്രോ സെനിറ്റ്സ് ലോക്കിനായി കഴിഞ്ഞാൽ ഓറയാണ് ലിറ്ററലി. നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവല്ലോ സെനിറ്റ്സുടെ ഓറ. സോ യെസ്, ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോനെ ലൈക്ക് ചെയ്യുക. ചാനലില് ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് ആനിമേ കണ്ടന്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.